സൂചന 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 മാത്രം അല്ലേ. സാധാരണ ഞാൻ ഒരു സ്കൂളിൽ പോയിട്ട് ഒരു +2 സ്കൂളിൽ പോയിട്ട് കുട്ടികൾക്ക് ഇതുപോലുള്ളൊരു ക്ലാസ് എടുത്തതാണ്. രാത്രി 11 മണിയായപ്പോൾ ഒരു ഫോൺ കോള്, ഒരു അമ്മയാണ് വിളിക്കുന്നത്. അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ ഇന്ന് ഇങ്ങനെ ഇന്ന സ്കൂളിൽ വന്ന് ക്ലാസ് എടുത്തിരുന്നോ എന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞാൽ എടുത്തിരുന്നു, +2 കുട്ടികൾക്കാണ്. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, ആകെ പ്രശ്നമായില്ലേന്ന് പറഞ്ഞ്. അപ്പോൾ എന്താ സംഭവം? ചില കുട്ടികൾ ക്ലാസ് കേട്ടതൊക്കെ വീട്ടിലൊക്കെ പോയിട്ട് അമ്മയുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യും അല്ലേ. അപ്പോൾ ഈ കുട്ടി അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞാണ്. കുട്ടി അമ്മേനെ പോയി വിളിച്ച് മുന്നിലിരുത്തി, അല്ല നിങ്ങളെ പീരിയഡ്സിൻ്റെ അവസ്ഥ എന്താ കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുമ്പോൾ കുട്ടി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം ഞാൻ പറഞ്ഞ സംഗതികളൊക്കെ. അപ്പോൾ തൊട്ടപ്പുറത്ത് ആര് നിൽക്കുന്നുണ്ട്? മുത്തശ്ശി നിൽക്കുന്നുണ്ട്. മുത്തശ്ശി ഇങ്ങനെ ചെവിയോർത്ത് നോക്കിയപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലായി ഇവളെന്തോ ആരോഗ്യ ക്ലാസ്സും കേട്ട് വന്നതാണെന്ന് മനസ്സിലായി. വിഷയം പീരിയഡ്സാണെന്ന് മനസ്സിലായത് മുത്തശ്ശിയോട് ഇൻട്രസ്റ്റ് കയറി. മുത്തശ്ശി ഇവളെടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ കാര്യത്തിൽ എനിക്ക് പിന്നെ ഭയങ്കര ആരോഗ്യമാണ്. വയസ്സറിയിച്ച അന്ന് മുതൽ ഇന്ന് വരെ മാസം കൃത്യം ഇതങ്ങോട്ട് സംഭവിക്കും, ഒരു മുടക്ക് ഇതുവരെ അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ചോദിച്ചു, അല്ല മുത്തശ്ശി നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സായി? ഉടനെ തന്നെ മുത്തശ്ശി, ഈ ചിങ്ങത്തിന് 64 വയസ്സ്. ഉടനെ മുത്തശ്ശിക്ക് പോയി കൈ കൊടുത്തിട്ട്, കൺഗ്രാറ്റുലേഷൻ മുത്തശ്ശി, ഗർഭാശയ ക്യാൻസർ. വിധി എഴുതി. മുത്തശ്ശിക്ക് അറ്റാക്ക് ഒന്നുമില്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? സൂചനയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? സമയമായിട്ട് നിന്നില്ലെങ്കിൽ ഡോക്ടറെ ചെന്ന് സമീപിക്കണം അല്ലേ, നോക്കണം എന്തുകൊണ്ട് നിൽക്കുന്നില്ല എന്ന് അല്ലേ. ഇനി എത്ര ദിവസം കൂടുമ്പോഴാണ് പീരിയഡ്സ് ആവേണ്ടത്? എത്ര ദിവസം കൂടുമ്പോഴാണ്? 28, 4 ആഴ്ച കൂടുമ്പോൾ. എത്ര ദിവസം ഉണ്ടാവണം ബ്ലീഡിങ്? 3 to 7 days അല്ലേ. 3 to 7 days. ഏറ്റവും കുറവ് 3 ദിവസം, ഏറ്റവും കൂടുതൽ 10 ദിവസം, മാക്സിമം 10 ദിവസം. 10 ദിവസത്തിൽ കൂടുതൽ പീരിയഡ്സ് ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? ചില കുട്ടികൾക്ക് 15 ദിവസം ഉണ്ടാവാറുണ്ട്, 12 ദിവസം ഉണ്ടാവാറുണ്ട്. എന്താ പ്രശ്നം? അത് ചിലപ്പോൾ എന്തെങ്കിലും സൂചനയായിരിക്കും അല്ലേ. ചിലപ്പം രക്തക്കുറവ് കാരണമായിരിക്കും. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ, കൗമാര പെൺകുട്ടികളെ ഇന്ന് ബാധിക്കുന്ന ഒരു അസുഖം ഉണ്ടല്ലോ, 95% കൗമാര പെൺകുട്ടികളെയും ബാധിക്കുന്നൊരു അസുഖം PCOD അല്ലേ. PCOD ആയിരിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് PCOD? PCOD ഓർ PCOS എന്താണ്? എന്താ ഇതിൻ്റെ ഫുൾ ഫോം? പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലേ, അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. ഡോക്ടർ എന്താ നിങ്ങളുടെ അടുത്ത് പറയുക? ഡോക്ടർ എന്താ പറയുക? നിങ്ങളുടെ അണ്ഡാശയം നിറച്ച് കുമിളകളാണ്, ബലൂണ് നിറഞ്ഞിരിക്കുകയാണെന്ന് പറയും അല്ലേ. അണ്ഡാശയം നിറച്ച് ആരാ വേണ്ടത്? അണ്ഡാശയം നിറച്ച് ആരാ വേണ്ടത്? അണ്ഡമാണ് വേണ്ടത് അല്ലേ. അതിൻ്റെ അകത്ത് കുമിളകൾ ഉണ്ടാവാൻ പാടുണ്ടോ? ഇല്ല. PCOD ഈസ് എ ചാൻസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റിയെ ഭാവിയിൽ ഉണ്ടാക്കുന്ന അസുഖമാണ് PCOD. എന്താ ഇൻഫെർട്ടിലിറ്റി? വന്ധ്യത അല്ലേ. അതായത് ഭാവിയിൽ ആ കുട്ടികൾക്ക് ഗർഭം ധരിക്കാൻ അവർ ബുദ്ധിമുട്ടും എന്നുള്ളതാണ്. PCODയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് PCOD ഉണ്ടോയെന്ന് എങ്ങനെയാണ് നമുക്കറിയാൻ പറ്റുക? എന്താ ലക്ഷണങ്ങൾ? പീരിയഡ്സ് ക്രമം തെറ്റി വരും അല്ലേ. പീരിയഡ്സ് സമയത്തിനാവൂല, ചിലപ്പോൾ വൈകി. ഞാൻ പറഞ്ഞു 28 ദിവസം കൂടുമ്പോൾ വരണം എന്ന് പറഞ്ഞു. 28ാം ദിവസം തന്നെ വരണം എന്നുണ്ടോ? എത്ര ദിവസം വൈകാ ശരിക്കും? 1 മാസമൊന്നുമില്ല. എത്ര ദിവസം വൈകാം? 15 ദിവസം വൈകാം, 15 ദിവസം മുന്നിലേക്ക് വരാം. ഇപ്പോൾ ജനുവരി 1-ാം തീയതി പീരിയഡ്സ് ആയൊരു കുട്ടി, അവളുടെ അടുത്ത പീരിയഡ്സിൻ്റെ ഡേറ്റ് നിങ്ങൾ എങ്ങനെ കണക്ക് കൂട്ടുക? ഫെബ്രുവരി 1-ാം തീയതി എന്നാണ് നിങ്ങളെ മനസ്സിലുണ്ടാവുക അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തം പീരിയഡ്സിൻ്റെ ഡേറ്റ് അറിയോ? ഇവിടെ എത്ര പേർക്ക് സ്വന്തം പീരിയഡ്സിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് പറയാൻ പറ്റും? അടുത്ത മാസം എനിക്ക് ഏകദേശം എപ്പാവും എന്ന് പറയാൻ പറ്റും?
അപ്പോൾ 90% ആളുകൾക്കും അറിയില്ല അല്ലേ? എന്താ കാരണം? അങ്ങനെ ഒരു ഡേറ്റ് ഇല്ല. അതാണ് കാരണം. വന്നാ വന്നു, നിന്നാ നിന്നു അല്ലേ? ആയാലായി. അങ്ങനെയാണോ? അത് നോട്ടീസ് ചെയ്യാത്തതാണോ? ചില കുട്ടികളുണ്ട് ഉമ്മാരെ കൂട്ടിയിട്ട് വരും കാണിക്കാൻ. പീരിയഡ്സിൻ്റെ ഡേറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ ഉമ്മാനെ ഒരു നോട്ടാ. ഉമ്മ പറയണം അവളെ പീരിയഡ്സിൻ്റെ ഡേറ്റ്. ഉമ്മക്ക് അത്രയും അറിയില്ല. ഉമ്മ പറയും അതിപ്പോൾ പറഞ്ഞു വരുമ്പോൾ എനിക്ക് പീരിയഡ്സ് ആയതിൻ്റെ ഒരാഴ്ച മുന്നേയൊക്കെ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നാ പീരിയഡ്സ് ആയത്? അപ്പോൾ പറയും നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ കല്യാണം നടന്നില്ലേ, അതിൻ്റെ ഒരു 5 ദിവസം മുൻപ്. ഇങ്ങനെയൊക്കെയാണ് പറയുക അല്ലേ? ശരിക്കും അങ്ങനെ പാടുണ്ടോ? നമ്മുടെ ഡേറ്റ് നമുക്ക് തന്നെ അറിയണ്ടേ? നോട്ട് ചെയ്ത് വെച്ചൂടെ? അപ്പോഴല്ലേ അടുത്ത പീരിയഡ്സ് കൃത്യമായിട്ട് വരുന്നുണ്ടോയെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ജനുവരി 1 പീരിയഡ്സ് ആയൊരു പെൺകുട്ടിക്ക് അടുത്ത മാസം ഫെബ്രുവരി 1 തന്നെ ആവണം എന്നില്ല. ആ കുട്ടിക്ക് 15 ദിവസം മുന്നിലേക്കോ 15 ദിവസം പിന്നിലേക്കോ പോകാവുന്നതാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഡേറ്റ് എന്നാണ്? ജനുവരി. അടുത്ത ഡേറ്റ് ജനുവരി 15 തീയതിയുടെയും ഫെബ്രുവരി 13-14 ഉള്ളിലായിട്ട് വന്നാൽ മതി. ക്ലിയറായോ? ഇനി മുതൽ ശ്രദ്ധിക്കണം കേട്ടോ. പീരിയഡ്സ് കൃത്യമായിട്ട് വരണം. അപ്പോൾ ഈ ക്രമം തെറ്റി വരിക, അതാണ് PCODയുടെ ലക്ഷണം. വൈകി വരിക. വന്നു കഴിഞ്ഞാൽ ചിലപ്പം 3 ദിവസവും 4 ദിവസവും 3 ദിവസം ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ 10 ദിവസമായിട്ട് നിൽക്കാതിരിക്കുക. ഒരു വല്യമ്മ വന്നിട്ട് എന്നോട് പറഞ്ഞേ, ഡോക്ടർ എൻ്റെ മോൾക്ക് പീരിയഡ്സ് ആവില്ല. എന്നിട്ട് ഞാൻ യാസീൻ ഓതി എങ്ങനെയൊക്കെയോ അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് നിൽക്കൂല. അപ്പോൾ ആ ഒരു അവസ്ഥ വരിക. ആവാൻ ബുദ്ധിമുട്ട്, ആയിക്കഴിഞ്ഞാൽ നിൽക്കാൻ ബുദ്ധിമുട്ട്. അങ്ങനെ വരുന്നത് PCODയുടെ ലക്ഷണമാണ്. രണ്ടാമത്തെ ലക്ഷണം എന്താണ്? ശരീരത്തിൽ അതിനേക്കാളും പ്രധാനപ്പെട്ടൊരു ലക്ഷണമുണ്ട്. രോമവളർച്ച വരിക അല്ലേ? ശരീരത്തിൽ അമിതമായ രോമവളർച്ച വരിക. കയ്യിലും കാലിലും ആണോ? അല്ല. പെൺകുട്ടികൾക്ക് വരാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പുരുഷന്മാരെ പോലെ രോമങ്ങൾ വരിക. നമ്മുടെ പുരുഷന്മാർക്കുള്ളൊരു ഹോർമോണിൻ്റെ പേരെന്താ? ടെസ്റ്റോസ്റ്റിറോൺ എന്ന് കേട്ടിട്ടുണ്ടോ? ടെസ്റ്റോസ്റ്റിറോൺ പുരുഷ ഹോർമോണാണ് അല്ലേ? നമ്മളെ ശരീരത്തിൽ അതുണ്ടോ? ഉണ്ട്, ചെറിയ അളവിലുണ്ട്. പക്ഷെ അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പുരുഷന്മാർക്ക് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് രോമങ്ങൾ വരും അല്ലേ? നെഞ്ചിൽ നിറച്ച് രോമങ്ങൾ, ബ്രസ്റ്റിൽ രോമങ്ങൾ, പൊക്കിളുടെ ഭാഗത്ത് മീശ, താടി, കൃതാവ് അല്ലേ? ഇതൊക്കെ വരും. ഇനി മീശയുള്ള എല്ലാ കുട്ടികളും PCODക്കാരികളാണോ? അല്ല. ചിലർക്ക് പാരമ്പര്യമായിട്ട് വരും അല്ലേ? പക്ഷെ ഇത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് അമിതമായ രോമവളർച്ച. ശരീരം വണ്ണം വെച്ച് വരിക, വയറ് ചാടി വരിക, മുടി നന്നായിട്ട് കൊഴിയുക, പലതരത്തിലുള്ള കുരുക്കൾ സംഭവിക്കുക അല്ലേ? മുഖത്ത് പല അടയാളങ്ങൾ വരിക. ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണങ്ങളാണ്? PCODയുടെ. തടിച്ച കുട്ടികൾക്ക് മാത്രമേ വരുള്ളൂ PCOD? മെലിഞ്ഞ കുട്ടികൾക്കും വരും അല്ലേ? ലീൻ PCOD എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അപ്പോൾ നമുക്ക് PCOD ഉണ്ടോയെന്ന് എങ്ങനെ അറിയാൻ പറ്റുക? ഈ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടറെ ചെന്ന് കാണുക. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യും? സ്കാൻ ചെയ്ത് നോക്കും. സ്കാനിങ്ങിൽ PCOD ഉണ്ടോയെന്ന് അറിയാൻ പറ്റും. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മരുന്ന് തരും. മരുന്ന് കഴിച്ചാൽ അത് മാറും. മാറിക്കഴിഞ്ഞാൽ അത് വീണ്ടും വരും അല്ലേ? വീണ്ടും വരാതിരിക്കാൻ എന്ത് ചെയ്യണം? പല കുട്ടികളെയും പ്രശ്നം അതാണ്, ഇത് മാറിപ്പോകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് പറയുന്നത്. വീണ്ടും വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഇൻപുട്ട് കുറക്കുക, ഔട്ട്പുട്ട് കൂട്ടുക അല്ലേ? ഇൻപുട്ട് കുറക്കണം, തീറ്റ കുറക്കണം. എന്താ കുറക്കണ്ടേ? ഭക്ഷണത്തിൽ എന്താ കുറക്കണ്ടേ? ചോറ് കുറച്ചാൽ മതിയോ? അല്ല. ഇന്ന് നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഡയറ്റിങ് ചെയ്യുന്നൊരു കാലഘട്ടമാണ് അല്ലേ? നിങ്ങളെന്താ കുറക്കാറ്? ചോറ് കുറക്കും, പിന്നെ ഷുഗർ കുറക്കും, എന്നിട്ട് വയറ് നിറച്ച് ബേക്കറി കഴിക്കും
അല്ലേ? ഓയിൽ കുറക്കാറുണ്ടോ? എന്നിട്ട് ചിക്കൻ അടിച്ച് കയറ്റും അല്ലേ? ഷവായ കണ്ടാൽ പിന്നെ ബ്രോസ്റ്റ് കണ്ടാൽ പിന്നെ നിൽക്കില്ല, പിന്നെ അന്ന് ചീറ്റ് ഡയറ്റായി അല്ലേ? അങ്ങനെ ആവാൻ പാടുണ്ടോ? അപ്പോൾ ഇൻപുട്ട് കുറക്കുക എന്ന് പറഞ്ഞാൽ ചിക്കൻ കുറക്കണം. ഷവർമ, ഷവായ, ബ്രോസ്റ്റ്, അൽഫാം, കുഴിമന്തി, ബിരിയാണി, ഫ്രൈഡ് റൈസ് കുറക്കണം. അത് മാത്രം കുറച്ചാൽ മതിയോ? വേറെന്താ കുറക്കണ്ടേ? ചോക്ലേറ്റ്, ഐസ്ക്രീം, പേസ്ട്രീസ്, മയോണീസ്, ബേക്കറീസ്, മധുരപലഹാരങ്ങൾ കുറക്കണം അല്ലേ? PCOD ഉള്ള കുട്ടികൾ നിർത്തണ്ടേ? എല്ലാവരും മുഖവും വാടി അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? എന്ത് കഴിക്കണം? നല്ല ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കണം. ഇലക്കറികൾ കഴിക്കാം, പച്ചക്കറികൾ കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം അല്ലേ? ഒക്കെ നല്ല ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കണം. പിന്നെ ഈ പട്ട തിളപ്പിച്ച വെള്ളം കുടിക്കുക, ജീരക വെള്ളം കുടിക്കുക, ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ PCODക്ക്? അതെ. എന്നിട്ട് ഔട്ട്പുട്ട് കൂട്ടണം. ഔട്ട്പുട്ട് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? എക്സസൈസ് ചെയ്യണം. എത്ര പേര് ഇവിടെ എക്സസൈസ് ചെയ്യാറുണ്ട് ഡെയിലി? എത്ര പേര് വല്ലപ്പോഴും അല്ലേ? ആരും സ്ഥിരമായിട്ട് ചെയ്യുന്നവരില്ല? മടിച്ചികളാണ് അല്ലേ? മടിച്ചികളാണ്. എക്സസൈസ് എന്തിനാ ചെയ്യുന്നത്? നമ്മൾ എക്സസൈസ് എന്തിനാ ചെയ്യുന്നത്? നല്ല രീതിയിൽ എക്സസൈസ് ചെയ്താൽ, ഇപ്പം പണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. പണ്ടുള്ള സ്ത്രീകൾക്കൊക്കെ PCOD ഉണ്ടായിരുന്നോ? അവർ നമ്മളെപ്പോലെയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നേ? അവരെന്താ ചെയ്തിരുന്നേ? അവർ പാടത്തൊക്കെ പണിയെടുക്കും. ഇനി വീട്ടിലാണെങ്കിൽ അവർ അരി ഇടിച്ചിട്ടൊക്കെ ആയിരുന്നു അപ്പം ചുട്ടിയിരുന്നത് അല്ലേ? അവർ അമ്മിയിൽ അരച്ചിട്ടാണ് കറി വെച്ചിരുന്നത്. വെള്ളം കോരിയിട്ടാണ് കുളിച്ചിരുന്നത്. അവർ പലയിലിരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. അവർ തേങ്ങ ചിരവാനും പച്ചക്കറി അരിയാനും പത്തിരി ഉണ്ടാക്കാനും മീൻ മുറിക്കാനും ഒക്കെ എവിടെ ഇരുന്നിരുന്നേ? പലയിലായിരുന്നു ഇരുന്നിരുന്നത് അല്ലേ? അവരുടെ ക്ലോസറ്റ് ഏതായിരുന്നു? അവർ യൂസ് ചെയ്തിരുന്ന ക്ലോസറ്റ് ഏഷ്യൻ ക്ലോസറ്റ് ആയിരുന്നു അല്ലേ? അങ്ങനെയുള്ളതിലൊക്കെ ഇരിക്കുമ്പോൾ, പലയിലൊക്കെ ഇരിക്കുമ്പോൾ എന്താ ശരീരത്തിന് വരുന്ന മാറ്റം? ശരീരത്തിന് വരുന്ന വ്യത്യാസം എന്താ വ്യത്യാസം? നമ്മളെ സ്ത്രീകൾക്ക് മാത്രമുള്ള പിന്നെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ്? സ്ത്രീകൾക്ക് മാത്രമുള്ള അവയവങ്ങൾ, പ്രത്യുൽപാദന അവയവങ്ങൾ ഏതൊക്കെയാണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വരുന്നത്? ഓവറീസ്, പിന്നെ എത്ര അണ്ഡാശയങ്ങളുണ്ട്? 2. പിന്നെ ഏതാ അടുത്ത അവയവം? യൂട്രസ്, ഗർഭപാത്രം. ഒരു ഗർഭപാത്രം ഉണ്ട് അല്ലേ? പിന്നെ ഇനി 2 അവയവങ്ങളും കൂടി ഉണ്ട്. ഒരു ട്യൂബില്ലേ? ഫലോപ്പിയൻ ട്യൂബ്. ഈ ഓവറീസിനെയും യൂട്രസിനെയും കണക്ട് ചെയ്യുന്ന 2 ട്യൂബുകളുണ്ട് അല്ലേ? പിന്നെ 4ാമത്തെ അവയവം ഏതാ? ഗർഭപാത്രത്തിൻ്റെ താഴെയുള്ളൊരു അവയവം, ഒരു കനാല്, വജൈന അല്ലേ? 4 അവയവങ്ങളുണ്ട്. അണ്ഡാശയങ്ങളാണ് അണ്ഡങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ? അണ്ഡാശയങ്ങൾ അണ്ഡങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഫലോപ്പിയൻ ട്യൂബിൻ്റെ പ്രത്യേകത എന്താ? നമ്മളൊക്കെ എവിടെ ആദ്യം ഉണ്ടായത്? ഒരു ഗർഭം എവിടെയാണ് ആദ്യം ഉണ്ടാവുന്നത്? ഫലോപ്പിയൻ ട്യൂബിലാണ്. വെരി ഗുഡ്, ഫലോപ്പിയൻ ട്യൂബിൽ. പക്ഷെ ഗർഭം വളരുന്നത് എവിടെയാണ്? യൂട്രസിൽ അല്ലേ? അപ്പോൾ ഗർഭം ഫലോപ്പിയൻ ട്യൂബിൽ ഉണ്ടായി, അത് പതുക്കെ നീങ്ങി ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലേക്ക് വീണ് ഗർഭപാത്രത്തിൻ്റെ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഗർഭം വളരുക അല്ലേ? ഈ ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭപാത്രം ഒറ്റ ഒരു ഗർഭപാത്രമല്ലേ ഉള്ളൂ? യൂട്രസ്. എന്താണ് അതിന് പറയുന്നത്? ചൈൽഡ് ബിയറിംഗ് ഓർഗൻ എന്നാണ് പറയുന്നത്. ഒരു കുഞ്ഞിന് വളരാനുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളും അടങ്ങിയ അവയവമാണ് ഗർഭപാത്രം അല്ലേ? ഗർഭപാത്രത്തിന് എത്ര ഭിത്തികളുണ്ട്? ഖുർആനിൽ വരെ പരാമർശമുള്ളതാണ്. എത്ര ഭിത്തികളുണ്ട്?
3 ഉള്ളറകളുണ്ട് അല്ലേ, ഭിത്തികളുണ്ട്. ഏതൊക്കെയാണ് ആ ഭിത്തികൾ? പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം അല്ലേ. ഇൻവിസിബിൾ ആയിട്ടുള്ള 3 ഉള്ളറകൾ ഉള്ള ഗർഭപാത്രം എന്ന് പറഞ്ഞിട്ടില്ലേ. ഉള്ളറകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ വളർത്തിയെടുത്തില്ലേ എന്ന് റബ്ബ് പറയുന്നുണ്ട് അല്ലേ. ആ ഉള്ളറകളാണ് പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം അല്ലേ. ഏറ്റവും ഉള്ളിലത്തെ അറ ഏതാണ്? എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും വളരുന്നത് കുഞ്ഞായിരിക്കുമ്പോൾ അല്ലേ. അപ്പോൾ ഈ ഗർഭപാത്രവും ഈ അണ്ഡാശയവും നമ്മളെ ശരീരത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഏറ്റവും അടിയിലാണ് അല്ലേ. അടിവയറ്റിനകത്താണ് ഏറ്റവും അടിയിൽ. അപ്പോൾ അത് ചുരുങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ രീതിയിൽ ഇരുന്നാൽ അല്ലേ. പലയിലിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നേ? നമ്മുടെ ബട്ടക്സ് താഴും അല്ലേ, നമ്മുടെ കാലുകൾ പൊങ്ങും, തൈസ് പൊങ്ങും. അപ്പോൾ എവിടെയാണ് കൺട്രാക്ഷൻ വരുന്നത്? അണ്ഡാശയവും ഗർഭപാത്രവും കൺട്രാക്റ്റഡ് ആവും. അവർ ചെയ്തിരുന്ന പ്രവൃത്തികൾ കൊണ്ട് അവരുടെ അണ്ഡാശയവും ഗർഭപാത്രവും കൺട്രാക്റ്റഡ് ആയിരുന്നു, ചുരുങ്ങിയിരുന്നു. അതിങ്ങനെ ഗർഭപാത്രത്തിന് ചുരുങ്ങാനും വികസിക്കാനും കഴിവുള്ള അവയാണ് അല്ലേ. നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് വല്ലപ്പോഴും ചുരുങ്ങുന്നുണ്ടോ? അപ്പോൾ അതിനകത്ത് പിന്നെ കുമിളകളും ബലൂണും അല്ലേ, ഫാറ്റും മാത്രമല്ല, ചിലപ്പോൾ ബോംബെന്നെ നിറഞ്ഞങ്ങോട്ട് പൊട്ടും. അതിനെന്ത് ചെയ്യണം? ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം. എക്സസൈസ് ചെയ്യണം. നിങ്ങൾ പലയിൽ പോയിരിക്കണം, ഏഷ്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യണം എന്നൊന്നും നിർബന്ധിക്കൂല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സസൈസ് ചെയ്തൂടെ അല്ലേ. പെൽവിക് ഫ്ലോർ എക്സസൈസ് കണ്ടിട്ടില്ലേ? പെൽവിക് ഫ്ലോർ മലർന്ന് കിടന്ന് ചെയ്യുന്ന എക്സസൈസുകൾ അല്ലേ. അപ്പോൾ ഈ എക്സസൈസുകൾ കൃത്യമായിട്ട് ചെയ്യുക. നമ്മുടെ നമസ്കാരം തന്നെ വലിയൊരു ഉദാഹരണമാണ്. നല്ല രീതിയിൽ കൺട്രാക്ഷൻ വരുന്ന അല്ലേ. കൃത്യമായിട്ട് നമസ്കാരം അനുഷ്ഠിക്കുക. അതിൻ്റെ സുന്നത്തുകളോടോ കൂടിയിട്ടും തഹജ്ജുദും ഒക്കെ ആയിക്കഴിഞ്ഞാൽ പൂർണ്ണമാവുന്നുണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള മൂമെൻറ്റ്സ് നമ്മുടെ വയറിന്, അടിവയറ്റിന് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കുക. അതാണ് എക്സസൈസിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് മെൻസ്ട്രൽ പെയിൻ കുറവായിരിക്കും. ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് പീരിയഡ്സിൻ്റെ സമയത്തുള്ള വേദന, ബുദ്ധിമുട്ടുകൾ ഒക്കെ കുറവായിരിക്കും. എക്സസൈസ് ചെയ്യാത്തതാണ് കാരണം. ഇപ്പോൾ PCODക്ക് പ്രധാനപ്പെട്ട സംഗതി ഭക്ഷണ നിയന്ത്രണവും എക്സസൈസും ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ ഇനി ഇതാണ് ഭക്ഷണത്തെക്കുറിച്ച് പറയാനുള്ളത്, എക്സസൈസിനെ കുറിച്ച് പറയാനുള്ളത്. എക്സസൈസ് മാത്രമല്ല, നമ്മൾ എപ്പോഴും എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര പ്രസൻസ് ഓഫ് മൈൻഡ്. ജിമ്മിന് പോകുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ജിമ്മിൽ പോകാൻ നിർബന്ധമൊന്നുമില്ല, നല്ല എക്സസൈസ് വീട്ടിൽ ചെയ്താൽ മതി. പക്ഷെ അതൊക്കെ ഓരോരുത്തരെ എന്താണ് പറയുക, ഭയങ്കര ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്, ഒരു സന്തോഷം വരുത്തുന്ന സംഗതികളാണ് എന്ന് മനസ്സിലാക്കുക എക്സസൈസുകൾ. പിന്നെ മൂന്നാമത്തെ കാര്യമാണ് വെള്ളം അല്ലേ. എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം നമ്മൾ? 8 ഗ്ലാസ്, 20 ഗ്ലാസ്, 2 ലിറ്റർ. നമ്മൾ 20 കിലോ വെയിറ്റിന് 1 ലിറ്റർ വെള്ളം കുടിക്കണം അല്ലേ. 20 കിലോ വെയിറ്റിന് 1 ലിറ്റർ വെള്ളം. അപ്പോൾ നമ്മുടെ വെയിറ്റ് അനുസരിച്ച് വേണ്ടേ നമ്മൾ വെള്ളം കുടിക്കാൻ? നമുക്ക് 60 കിലോ വെയിറ്റ് ആണെങ്കിൽ എത്ര വെള്ളം കുടിക്കണം? എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? 60 കിലോ വെയിറ്റ് ഉള്ള ആൾ 3 ലിറ്റർ, 80 കിലോ വെയിറ്റ് ഉള്ള ആൾ 4 ലിറ്റർ. അപ്പോൾ 70 കിലോ വെയിറ്റ് ഉള്ള ആളോ? 70 കിലോ വെയിറ്റ് ഉള്ള ആൾ 3.5 ലിറ്റർ അല്ലേ. ഇങ്ങനെ കണക്കാക്കി കുടിക്കണ്ടേ? വെള്ളം കുടിക്കാൻ മടിയുള്ള കുട്ടികളാണെന്ന് അല്ലേ. വെള്ളം ചില കുട്ടികൾ ക്ലിനിക്കിൽ വരുമ്പോൾ വെള്ളം കുടിക്കാൻ പറയുമ്പോൾ പറയും, എന്തിനാ ഡോക്ടറെ, സ്കൂളിൽ ബാത്റൂം ഒന്നും തീരെ വൃത്തിയില്ല, അപ്പോൾ ബാത്റൂമിലൊന്നും പോകാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കാറില്ല. വെള്ളം കുടിക്കണ്ടേ? ഏറ്റവും കൂടുതൽ നമ്മളെ ബ്ലഡിനെ ശുദ്ധീകരിക്കുന്ന സാധനം ഏതാ? ഏറ്റവും കൂടുതൽ ബ്ലഡിനെ ശുദ്ധീകരിക്കുന്നത് വെള്ളമാണ് അല്ലേ. വെള്ളമാണ്. എപ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കേണ്ടത്? എപ്പോഴാണ് കുടിക്കേണ്ടത്? രാവിലെ എഴുന്നേറ്റ ഉടനെ കുടിക്കണം അല്ലേ. എഴുന്നേറ്റ ഉടനെ എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം?
ഒരു ഗ്ലാസ് മതി. അതന്നെ ആയാലായി അല്ലേ? എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം? 4 ഗ്ലാസ് വെള്ളം കുടിക്കണം അല്ലേ? 4 ഗ്ലാസ് വെള്ളം കുടിക്കണം. അതിങ്ങനെ നിന്നിട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് കുടിക്കണോ വേണ്ടത്? എങ്ങനെ വെള്ളം കുടിക്കേണ്ടത്? ഒന്ന് ഇരിക്കണം അല്ലേ? ഇരുന്നിട്ട് കുടിക്കണം. പിന്നെ വലത് കയ്യിൽ പിടിച്ച് കുടിക്കണം. പിന്നെ സിപ്പായിട്ട് കുടിക്കണം. ഒറ്റയടിക്ക് അങ്ങോട്ട് കുടിക്കലല്ല, സിപ്പായിട്ട് കുടിക്കണം. ഇതൊക്കെ ഇസ്ലാമിൽ പഠിപ്പിച്ച് തരുന്നുണ്ട് അല്ലേ? നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? ഇനി ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആണോ ശേഷമാണോ വെള്ളം കുടിക്കേണ്ടത്? ശേഷം. മുന്നേ. അപ്പം തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ അരമണിക്കൂറിൻ്റെ ഒരു ഗ്യാപ്പ് ഇടണം അല്ലേ? മുന്നേ ആയാലും ശേഷമായാലും നമ്മളൊരു അരമണിക്കൂറിൻ്റെ ഗ്യാപ്പ് ഇടണം. ഓരോ ഉരുള ചോറിനൊപ്പം വെള്ളം കുടിക്കാൻ പാടുണ്ടോ? ഭക്ഷണം ദഹിക്കില്ല അല്ലേ? ഏറ്റവും കൂടുതൽ ദഹനത്തെ അത് ബാധിക്കും. ദഹനത്തെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? ശരിക്കും ഭക്ഷണം ദഹിക്കില്ല അല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് നെഞ്ചരിച്ചിലായി, പുളിച്ചു തേട്ടലായി, വയറിന് ഗ്യാസായി അല്ലേ? ശരിക്കും കഴിക്കുന്ന ഭക്ഷണമൊന്നും ദഹിക്കുന്നില്ല, ഭക്ഷണത്തിനോടൊരു രുചി തോന്നുന്നില്ല, ഒരു മനം പരട്ടൽ അല്ലേ, ഉരുണ്ട് കയറൽ, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലേ? ഇനി കുളിക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കണോ? കുളിക്കുന്നതിന് മുൻപ് വെള്ളം കുടിക്കണോ? വേണ്ട. BP കൺട്രോൾഡ് ആവണോ? നിങ്ങളെ ബ്ലഡ് പ്രഷർ നിയന്ത്രണത്തിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം. ഉറങ്ങുന്നതിന് മുൻപ് കുടിക്കണോ? എന്തിന് അല്ലേ? കുടിക്കണം. എന്തിനാണ്? നമ്മൾ ഹൃദയം അല്ലേ? നമ്മൾ ഉറങ്ങുമ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ വയറ്റിൽ? നമ്മൾ ഉറങ്ങുമ്പോൾ ഹൃദയം പ്രവർത്തിക്കുന്നില്ലേ? ഹൃദയത്തിന് ഉറക്കമുണ്ടോ? അത് കൃത്യമായിട്ട് ലബ്ഡപ്പ് എന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതിന് പ്രവർത്തിക്കണമെങ്കിൽ, നല്ല രീതിയിൽ ശക്തിയോടുകൂടി പ്രവർത്തിക്കണമെങ്കിൽ, ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉറങ്ങുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം അല്ലേ? അത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ഉഷാറാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വെള്ളം കുടിച്ചില്ലെങ്കിൽ വരുന്ന അസുഖം എന്താ? വെള്ളം കുടിച്ചില്ലെങ്കിൽ വരുന്ന അസുഖം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രപ്പഴുപ്പ് അല്ലേ? മൂത്രപ്പഴുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മൂത്രം ഒഴിക്കാനിരുന്നാൽ അല്ലേ, മൂത്രം ശരിക്കും പോവാതിരിക്കുക, കുറേശ്ശെ ആയിട്ട് പോവുക. എന്ന് എണീറ്റ് പോരാൻ കഴിയുമോ?